ഹലോ ഗൈസ്, നമ്മളിന്ന് ജീപ്പ് രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. GP എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മളെ ഈ ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളോ അല്ലെങ്കിൽ പനിയോ അസുഖങ്ങളോ എന്തെങ്കിലും വന്നാൽ പോയി നമുക്ക് മരുന്ന് മേടിക്കണമെന്ന് ഡയറക്റ്റ് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ GP രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോയിന്റ്മെന്റ്സ് കിട്ടത്തുള്ളൂ. അപ്പോയിന്റ്മെന്റ്സ് അല്ല, എന്ത് മരുന്ന് മേടിക്കാനാണെങ്കിൽ കൂടി അവിടെ രജിസ്ട്രേഷൻ വേണം. ഹലോ ഗൈസ്, ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കാരണം നമ്മളെ പരിപാടീസ് എല്ലാം പ്ലാൻഡ് അല്ലല്ലോ. അപ്പം ഓഫ് ഡേക്ക് നിൽക്കും, തോന്നുമ്പോൾ കണക്ക് ട്രിപ്പോ കാര്യങ്ങളോ എങ്ങോട്ടെങ്കിലും പോകും. കാരണം ചില ഓഫ് ഡേക്ക് ക്ഷീണമാണെങ്കിൽ കിടന്നുറങ്ങും, എഴുന്നേക്കും തന്നെ ഉച്ചയാവും. അങ്ങനെ കുറേ ആളുടെ വീട്ടിൽ നിന്നും പറയുന്നത് ഇങ്ങനെ പോയി GP രജിസ്റ്റർ ചെയ്യാൻ. GP രജിസ്റ്റർ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കണക്ക് ഇവിടെ ഡയറക്റ്റ് പോയി മരുന്ന് മേടിക്കാനോ അല്ലെങ്കിൽ ഡോക്ടറിനെ കാണാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ GPയിൽ രജിസ്റ്റർ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ഈ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം വെച്ച് രജിസ്റ്റർ ചെയ്യണം. അത് ഓൺലൈനും ചെയ്യാൻ പറ്റും, ഓഫ്ലൈനും ചെയ്യാൻ പറ്റും. നമ്മൾ ഓൺലൈൻ ചെയ്യാൻ വേണ്ടി നോക്കി, പക്ഷേ അത് പറ്റിയില്ല. അത് നമുക്ക് ചെയ്തിട്ട് എന്താണോ അതിൻ്റെ എന്തോ കോഡോ കാര്യങ്ങളോ നടക്കുക, അത് റെഡി ആയില്ല. അത് ഓൺലൈൻ ചെയ്യാൻ പറ്റും, അത് ഓൺലൈൻ കയറി നോക്കിയാൽ മതി. അത് ഓൺലൈൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതിൻ്റെ ഓൺലൈൻ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അല്ലാതെ ചെയ്യും. അപ്പം നിയർ ബൈ GP എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മളുടെ അടുത്തുള്ള ലൊക്കാലിറ്റിയിൽ GP ഏതാണെന്ന് കാണിച്ചു തരും. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് GPയിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫോം തരാൻ പറയണം. അപ്പോൾ അവർ ഫോം തരും. അപ്പം നമുക്ക് അവിടെ ഡയറക്റ്റ് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, കാരണം കുറേ ഡോക്യുമെൻറ്റ്സും കാര്യത്തിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വേണമായിരുന്നു. നമ്മൾ പാസ്പോർട്ടിന് വേണമായിരുന്നോ? പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് വേണമായിരുന്നോ? അതല്ല, നമ്മൾ ഡോക്യുമെന്റ് ഫില്ല് ചെയ്യുന്നതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണമായിരുന്നു? കൊടുക്കണ്ടേ? വേറൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അന്ന് അവിടുന്ന് ഫോം മേടിച്ചായിരുന്നു, അവിടെ വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തില്ല. അങ്ങനെ നമ്മൾ ഫോം മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഫില്ല് ചെയ്തത്. അതിനകത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ, നമ്മളെ പേര്, ഡീറ്റെയിൽസ്, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, ഏതെങ്കിലും മെഡിസിനൊക്കെ അലർജി ഉണ്ടോ. എനിക്ക് ചില ഫുഡും മെഡിസിനൊക്കെ അലർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മെഡിസിൻ കഴിക്കുമ്പോൾ എന്തെങ്കിലും അലർജി ഉണ്ടോ, അതുവഴി എന്തൊക്കെയാണ് സിംറ്റംസും കാര്യങ്ങളും. പിന്നെ നമ്മൾ മെയിനായിട്ട് അഡ്രസ്സും കാര്യങ്ങളും എല്ലാം വെച്ച് കൊടുക്കണം, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നിട്ട് ഒരു ഫോട്ടോയും, പിന്നെ നമ്മൾ അഡ്രസ് പ്രൂഫ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വെച്ചേക്കുന്ന അഡ്രസ്സ് പ്രൂവ് ചെയ്യാനുള്ള. അപ്പോൾ നമ്മളെ ഈ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതോ അല്ലെങ്കിൽ പാസ്പോർട്ട് പറ്റുമോ? പാസ്പോർട്ട് വരത്തില്ല, നാട്ടിലെ അഡ്രസ് അല്ലേ. പാസ്പോർട്ട് പറ്റത്തില്ല, നമ്മൾ താമസിക്കുന്നതിൻ്റെ അഡ്രസ് പ്രൂഫ്. അപ്പോൾ നമ്മളെ അഡ്രസ്സിൽ എന്തെങ്കിലും മെയിൽ വന്നതിൻ്റെ എന്തെങ്കിലും അതിൻ്റെ ഒരു പ്രൂഫ് എടുത്ത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തുകൊണ്ട് പോകണം. ഇവിടെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്ന നമ്മളിപ്പോൾ വന്നത് ഇവിടെ അടുത്തതിനുള്ള ഒരു ലൈബ്രറിയിലാണ്. അവിടെ ഇച്ചിരി റേറ്റ് കുറവാണ്, ഞാൻ കാണിച്ചു തരാം. ഹലോ ഗൈസ്, ഞാൻ പ്രിന്റ് എടുക്കാൻ പോവാണ്. പ്രിന്റ് എടുക്കുന്ന എവിടെ ഞാൻ കാണിച്ചു തരാവേ. ഞാനിവിടെ ലൈബ്രറിയിലാണ് വന്നിരിക്കുന്നത് പ്രിന്റ് എടുക്കാനായിട്ട്. ഇവിടെയാണ് ഞാൻ പ്രിന്റ് എടുക്കാൻ വന്നത്. പ്രിന്റ് എടുക്കാൻ ഇവിടെ വന്ന് നമ്മൾ കയറിയിട്ട് ഇവിടെ വന്ന് കയറി, എന്നിട്ട് ഇവിടെയാണ് പ്രിന്റ് എടുക്കുന്നത്. ഇതിൻ്റെ അപ്പമാണ് പ്രിന്റ് എടുക്കുന്നതാണ്. ഇത് ലൈബ്രറിയാണ്. എന്നിട്ട് ഇവിടെയാണ് പ്രിന്റ് എടുക്കുന്നത്. ഇവിടെ കോയിൻ ഇട്ടിട്ട് പ്രിന്റ് എടുക്കാം നമുക്ക്. ഇവിടെയാണ് കോയിൻ ഇടുന്നത്. കോയിൻ ഇട്ടിട്ട് ഇവിടെ പ്രിന്റ് എടുക്കാം നമുക്ക്. ജസ്റ്റ് ഒരു ലൈബ്രറിയാണ്. ഇങ്ങനെ ജസ്റ്റ് ഇത്രയാണ് നമ്മൾ പ്രിന്റ് എടുക്കാൻ വന്നത്. ഓക്കെ, ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ GPയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് നടന്ന ഫോം കൊടുക്കാനായിട്ട് പോവാണ്. ഫോം കൊടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് ഇറങ്ങുവാണ്. ഇവിടാണ് GP. ഞാൻ കാണിച്ചു തരാവേ. എൻ്റെ ഫ്രണ്ടിലോട്ട് ഞാൻ നടക്കുക. ഞാൻ കാണിച്ചു തരാം GPയുടെ. ഇതാണ് GP. ഇതിൻ്റെ അകത്താണ് നമ്മൾ കയറി ഇത് കൊടുക്കാൻ പോകുന്നത്. കോട്ടിയാട് സർജറി എന്നാണ് പറയുന്നത്. നമ്മൾ കയറുന്നത്. ഇവിടെ കയറി അവിടെ 2 പേര് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ ഫോം കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് അഡ്രസ്സ് എല്ലാം കൊടുത്ത്, അപ്പോൾ അവർ അത് മറ്റേ ആൽക്കഹോൾ ഡ്രിങ്കിങ് ആണോ സ്മോക്കിംഗ് ഒക്കെ ഡ്രിങ്ക്, അപ്പം ഞാനൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു, കാരണം നമ്മളതൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പം അവർ ചോദിച്ചു, അപ്പോൾ അതിന് നോ കൊടുത്ത് അവർ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ഫസ്റ്റ് ടൈമാണ് രജിസ്റ്റർ ചെയ്യുന്നത് ചോദിച്ചു. അപ്പം അന്ന് പറഞ്ഞ് അങ്ങനെ 2-3 ഡീറ്റെയിൽസ് ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ഫില്ല് ചെയ്യാത്ത. അപ്പോൾ അവർ അത് ഫില്ല് ചെയ്ത് തന്ന്. പിന്നെ അവർ പറഞ്ഞ അപ്പോയിൻമെൻറ്റ് വെനസ്ഡേ എടുത്തേക്കാം അല്ലെങ്കിൽ ചെയ്തേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് GP ഫോം കൊടുത്തിങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് പോസ്റ്റിലോ നമുക്ക് മെയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഹെലൻ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ സാധനം മേടിക്കാനായിട്ട് വന്നതാണ്. ഇവിടെ നമ്മളെ മൂക്കിയും തോണ്ടിയെടുക്കും.
ഗൈസ് ഇവിടാണ് നമ്മളെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. ഒട്ടുമിക്ക എല്ലാം കിട്ടുമെന്ന് തോന്നില്ലേ? ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും കിട്ടും. ഇവിടാണ് നമ്മൾ. ഇതാണ് ഷോപ്പ്. ഇവിടെ ഒടുക്കത്തെ സൂമിങ് ആയി പോയി. ഇവിടെ ഹെലാൻ എന്ന് പറഞ്ഞ ഹെലാൻ എന്തോടി ഇത്? ഹലാൻ. ഹലാൻ എന്ന് പറഞ്ഞ ഷോപ്പ് ഇവിടെ ക്രോളിലാണ്. ഇവിടാണ് നമ്മൾ ഇന്ത്യൻ സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുന്നത്. അങ്ങനെ അങ്ങോട്ട് നടന്ന് കയറുവാണ്. അടച്ചിട്ടേക്കോണം. ഗൈസ് ഇവിടെ തുറന്നിട്ടേക്കോണം. നമ്മളങ്ങനെ അടുത്തോട്ട് കയറി. ഇത് മറ്റേ ക്യാനി വരുന്ന മറ്റേ പീസോ പയറും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒലിവ് ഓയിൽ എന്താണ്? മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി മറ്റേ സീഡ്സോ? സീഡ്സിന്റെ സൈഡൊക്കെയാണിത്. കാഷ്നട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഗ്രൗണ്ട് നട്ട്, ഒലിവ് ഓയില്, അങ്ങനെ നമ്മളെല്ലാ നട്ട്സും കാര്യങ്ങളും. അതുകൊണ്ട് ചിപ്സ് പല പല എല്ലാ ചിപ്സും ഉണ്ട്. ഫ്രൈഡ് ചിപ്സ്, ഡേറ്റ്സ്, ഇത് മറ്റേ കിഡ്നി ബീൻസ്, സാധനം സൈഡെല്ലാം അവിടെ. ഓട്സ്, മാഗി, നാട്ടിലെ മാഗി. ഇതെന്താ പായസം? അല്ലല്ല, ബിരിയാണി മിക്സ്. ഇത് ഫ്രോസൺ മുളകും പൊറോട്ട ഉണ്ട് ഇതിനകത്ത്. അതിനകത്ത് ബീൻസ്. ഇത് പൊറോട്ട പൂരി, പൊറോട്ട, അങ്ങനത്തെ എല്ലാം. ഇത് എല്ലാ നട്ട്സും ആൽമണ്ട്സും കാഷ്യൂ നട്ടും. അതാണ്ട് നമ്മളെ പൊടികളുടെ കേന്ദ്രം. എല്ലാ പൊടികളും, ഗരം മസാല, മഞ്ഞപ്പൊടി, അങ്ങനെ എല്ലാ ടൈപ്പ് പൊടികളും ഉണ്ട് അവിടെ. ഇതെന്തായിരുന്നു? മറ്റേ പാവ് ബജ്ജി. ഹെയർ കളറും ഹെയർ ഓയില്, നമ്മുടെ നാട്ടിലെ പാരഷൂട്ട്, ജോൺസൺ ബേബി സോപ്പ്, വേദികയുടെ സംഭവങ്ങൾ, പിന്നെ ഹെയർ കളറ്, അങ്ങനെ പല സാധനം, ഹിമാലയയുടെ ഫേസ് വാഷ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഹെയർ ഓയിലുണ്ട്. ഈ സെക്ഷൻ ഹെയർ ഓയിലിൻ്റെയാണ്. ഇത് മറ്റേ ബിരിയാണി മിക്സൊക്കെ. ബിരിയാണി മിക്സ് എല്ലാ ബിരിയാണിയും ഉണ്ട്. ഇത് പൊറോട്ട, ഫ്രോസൺ പൊറോട്ട. ഒരു ടൈപ്പിൽ 50-50 ബിസ്ക്കറ്റ്. എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാ 50-50. ഇതെല്ലാ സോസും, എല്ലാ ടൈപ്പ് സോസും. ഒരു സൈഡിൽ തന്നെ അച്ചാർ ഇരിപ്പുണ്ട്. അച്ചാറിൻ്റെ അപ്പർ സൈഡിൽ കാണാൻ അടുത്തോളം അറിയാൻ വയ്യ. ഇതെല്ലാം സോസാന്ന് തോന്നുന്നു. അതാണ്ട് അച്ചാർ വേണ്ട, എല്ലാ അച്ചാറും ഉണ്ട്. എല്ലാ വെളുത്തുള്ളി അച്ചാറ്, മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, കഞ്ഞിമാങ്ങ അച്ചാറ്, പിന്നെ ജിഞ്ചർ അച്ചാറ്, കന്നിമാങ്ങ പ്രായത്തിൽ അങ്ങനെ പല അച്ചാറുണ്ട്. ഇതെന്തായിരുന്നു? അരിപ്പൊടി, സെമോളീനയുടെ പൊടി, പൊട്ടുപൊടി. സെമോളീനെ അതൊരു പൊടി ഇങ്ങനെ നമ്മൾ കുറുക്കിയെടുക്കും, നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ പല പൊടികൾ, പുട്ട്, ഇടിയപ്പ പൊടിയുടെ ഒക്കെ. പിന്നെ നമ്മൾ എടുത്തായിരുന്നു ഇവിടുന്ന് ആശീർവാദിന്റെ ആട്ടം നമ്മൾ എടുത്തായിരുന്നു. ബിസ്ക്കറ്റ്. പണ്ടത്തെ ഓർമ്മകൾ. പണ്ടത്തെ പന്തലിച്ചിക്ക് പണ്ടത്തെ ബിസ്ക്കറ്റ് അല്ലേ ഇതെല്ലാം? സ്നാക്സ് ബിസ്ക്കറ്റ് ഏരിയയൊക്കെ. അതൊക്കെ മുറുക്കൊക്കെ ഉണ്ട്, മുറുക്ക്. പിന്നെ പല നമ്മ പേരൊന്നും അറിയത്തില്ല. ഷാരൂഖ് ഖാൻ. ഡാർക്ക് ഫാന്റസി. ഇത് ഫ്രോസൺ മീൻ, നെത്തോലി, ഉണക്കമീൻ, കൊഞ്ച്, കക്ക, കണവ, അരി, എല്ലാ ടൈപ്പ് അരികളും, ചെറുതും വലുതും, ലോങ്ങും, ബിരിയാണിയും, മട്ടരിയും, എല്ലാ അരിയും ഉണ്ട്. പല വെറൈറ്റി അരികൾ. നമ്മുടെ ഏരിയ. ഇത് മറ്റേ ഇത് ഫ്രോസൺ തേങ്ങ, ഫ്രോസൺ ചീനി, സമൂസയൊക്കെ ഉണ്ട് ഇവിടെ. ഫ്രോസൺ സമൂസ നമ്മൾ കൊണ്ടുപോയി ജസ്റ്റ് ചൂടാക്കി എടുത്ത് കറി, അവിയലിന്റെ ഫ്രോസൺ അവിയല്. എന്താണ് മറ്റേ ബിസ്ക്കറ്റ്സ്. ഇത് ഫ്രോസൺ മീൻ തന്നെ. ചൂര, ചാളയൊക്കെ തീർന്നു. നോക്കിയപ്പോഴത്തേന് ചാളയുടെ സെക്ഷൻ എല്ലാം തീർന്നു. അവിടെ കിടന്ന് കമ്മന്ന് മാറുമായിരുന്നു. തണ്ണിമത്തൻ, തക്കാളി. നമ്മളെ നാട്ടിലെ മറ്റേ എന്താണ് മറ്റേ വെജിറ്റബിൾ ഷോപ്പിന് എന്തോടി പറയുന്നത്? മലക്കറിക്കട. അയ്യോ, മലക്കറിക്കടയില് എല്ലാ സാധനവും. ഏത്തക്ക കീച്ചി. പക്ഷെ മുതുക്ക ഏത്തക്കയില്ലേ, മുട്ടൻ ഏത്തക്ക. റേറ്റും ഉണ്ട്.
പക്ഷേ എല്ലാം സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നല്ലോ. നാരങ്ങ, വെള്ളരിക്ക, കരിമ്പുണ്ടായിരുന്നു, ബീറ്റ്, കരിമ്പ്. പക്ഷെ കരിമ്പ് തീർന്നു പോയി. കരിമ്പ്, ചക്ക, അലവേറ, കറ്റാർവാഴ, അവിടെ കരിക്കൊണ്ടിരിക്കുന്നു. നാരങ്ങ, ചീനി, ഓപ്പർ സൈഡ് ചീനി, സ്വീറ്റ് പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, അങ്ങനെ എല്ലാം. മറ്റേ ലതറി, മറ്റേ എന്താണ്, പോമഗ്രാനൈറ്റ്, നാരങ്ങ വലുത് ചെറുത്, മറ്റേ ഇത് കോണ്, കറിവേപ്പില. ഗൈസ് അങ്ങനെ കുമ്പാരി ലഡ്ഡു മേടിച്ചിരിക്കുന്നു. ഞാനങ്ങനെ കണ്ട് നമ്മള് തേങ്ങാ വെള്ളം ടിങ് 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 ടിങ്. അങ്ങനെ ലഡ്ഡു അൺബോക്സിംഗ് ആണ്. ഇന്നൊന്നും തുറക്കത്തില്ലെന്ന്. എടുത്ത് കഴിക്കാം. ഇങ്ങനുണ്ട് ഗൈസ്. നമ്മളങ്ങനെ കറീസ് എന്നാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് അറിയാൻ വയ്യ. അങ്ങനത്തെ ഷോപ്പിൽ വന്നതാണ്. ഇവിടെ എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഉണ്ട്. TV, ഫോൺ, ക്യാമറ, ടാബ്, സ്പീക്കർ. ഗൈസ് പണ്ടത്തെ ഫോണും കാര്യങ്ങളൊക്കെയാണ്. എന്തുവാണെന്ന് ഇതല്ലടി മറ്റേ വാച്ച് മേടിക്കണം കേട്ടാ. എടി ഇതല്ലടി മറ്റേ ഇലക്ട്രോണിക് സൈക്കിള്. അമ്പോ താണ്ട മറ്റേ ഹെഡ്ഫോൺസ്. ഏതാണ്ട് എയർപോഡ് നോക്കാടി. ഇതൊക്കെ ഒന്ന് നോക്കട്ട്. തേപ്പൊട്ടി നമ്മളതിലുണ്ടല്ലോ. പിന്നെന്തിനാ ഇതെന്തോടി ടൈറ്റാനിക് കപ്പൽ കണക്ക് ഇരിക്കുന്നല്ലോ ഈ തേപ്പൊട്ടി. കെറ്റില്, ടോസ്റ്റർ, കോഫി മേക്കർ, ഓവൻ. നൈസർ TV. ഇത് വില കുറവാ, 4 ലക്ഷം രൂപയുള്ളൂ. വീട്ടിലൊക്കെ ഏതൊക്കെ TV കണ്ടോണ്ടിരുന്ന പല സിനിമകളും കാര്യങ്ങളും. വാഷിംഗ് മെഷീൻ. എൻ്റെ അമ്പോ ഈ TV നോക്കടി. ഇതിൻ്റെ പൊക്കം നോക്കി. ഗൈസ് ഗെയിമിങ്ങിൻ്റെ ആൾക്കാർക്ക് വേണ്ടി ഈ വീഡിയോക്കകത്ത് എത്രത്തോളം ഇത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എൻ്റെ അമ്പോ സാധനം എൻ്റെ അമ്പോ എടി ഇത് നോക്കടി മറ്റേ ഗെയിമിങ്ങിൻ്റെതാ. എൻ്റെ അമ്പോ ഗൈസ് ഗെയിമിങ്ങിന് വേണ്ടി ഒരു പ്രത്യേക സെക്ഷൻ. ഗെയിമിംഗ് ചെയേഴ്സ്. പ്രൈസ് 159 പൗണ്ട് ആ ചെയറിന്. 69 പൗണ്ടിൻ്റെ ചെയറുണ്ട്. നമ്മളെ ഡൈസൻ്റെ ഹെയർ ഡ്രയർ നമ്മളെ സലൂണിലൊക്കെ ഉള്ള. ഇവിടെ ഇനി എത്ര രൂപ? ഹെയർ സ്ട്രെയിറ്റ് അല്ല കേൾ ചെയ്യുന്നത്. ഇത് ഫ്രിഡ്ജിൻ്റെ സെക്ഷനാണ്. അങ്ങനെ ഷോപ്പിൽ കയറി എല്ലാത്തിൻ്റെ വില നോക്കിയിട്ട് ഇറങ്ങി. നാട്ടിലെ കാട്ടില്ലാത്തിന് നല്ല റേറ്റ് കൂടുതലുണ്ടോ? അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇലക്ട്രോണിക്സ് അല്ലേ. എല്ലാം TV തൊട്ട് ഫ്രിഡ്ജും ഫാനും എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെ വില നോക്കിയിട്ട് ഇറങ്ങി. അങ്ങനെ അടുത്ത് നമ്മൾ TK Maxx വില നോക്കാൻ കയറുന്നു. നമ്മള് ഇങ്ങനെ വില നോക്കുന്ന ഇൻസ്പെക്ഷനാണ്. ഇനി നമ്മൾ വില ഇൻസ്പെക്ട് ചെയ്യാൻ കയറുന്നത് TK Maxx എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. അങ്ങനെ TK Maxx ചെന്ന് കയറുകയാണ്.
ഗൈസ് ഇത് ഷൂസിൻ്റെ സെക്ഷനാണ്. ഉള്ള ഷൂസൊക്കെ അരിച്ച് ഉറക്കുന്നുണ്ട്. എത്ര ഗൈസ് ഹൾക്കിൻ്റെ കാലുള്ള ഷൂസല്ലല്ലോ ചെരുപ്പ്. ഗൈസ് ഫുള്ള് സെലക്ട് ചെയ്ത ഷർട്ടാണ്. இங்க பொண்ணுங்க எல்லாம் ரொம்ப வாழ்ந்துட்டேன், இந்த பொண்ணுங்க பஞ்சாயத்தில் ஆயிட்டேன். നമ്മളെ സെക്ഷൻ എത്തിയിരിക്കുന്നു. ലംബോർഗിനി. അങ്ങനെ ഇവിടുത്തെ പ്രൈസ് ചെക്കിംഗ് ഇൻസ്പെക്ഷൻ കഴിയാറായി. എന്നിട്ട് ഇവിടെ നമ്മൾ വാങ്ങിച്ചെന്നില്ലെന്നാ എല്ലി പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്ന്. എനിക്ക് ഇഷ്ടമുള്ള മേടിക്കാൻ പറഞ്ഞില്ലേ, മേടിക്കുള്ള. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള വെടിയേറി വാരി എറിയും ഞാൻ. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് എത്തി അവിടെ നിൽക്കുകയാണ്. എന്താണ് നമ്മളിപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയുള്ളൂ. സത്യം പറഞ്ഞതിൻ്റെ പരിപാടിയൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. പോരായ്മകളൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ ശരിയാവും ഇല്ലേ. ഈരിക്ക് മുമ്പായിരിക്കുകയാണെങ്കിൽ ഒരു വകയും അറിയത്തില്ല. ഈരിക്ക് മുമ്പായിരിക്കും അതിനെ പറ്റിയൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഗൈസ് റെഗുലറായിട്ടൊക്കെ വീഡിയോ ഇടണമെന്നുണ്ട്. പിന്നെ ഈ തിരക്കും കാര്യങ്ങളും പിന്നെ കുറേ സ്ട്രെസ്സും പിന്നെ ജോലി എല്ലാം കൊണ്ട് നമ്മളൊന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ലേ. ചുമ്മാ നമുക്ക് പിന്നെ എടുത്ത് വെക്കുമ്പോ അതൊക്കെ ഒരു ഓർമ്മയല്ലേ. അതുകൊണ്ട് എന്താ ഒരു ഇത് ചുമ്മാ ഒരു വേറെ എന്റർടൈൻമെന്റുകൾക്കൊന്നും നിങ്ങളിങ്ങനെ പോയി തുടങ്ങിയിട്ടില്ല. അപ്പം അങ്ങനെ ചുമ്മാ വീഡിയോ എടുക്കുന്നു ഇടുന്നു, അതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ആ വീഡിയോ എടുത്തിടാം ഗൈസ്. അതുവരെ ബൈ.